നമുക്ക് ഈ വീഡിയോയിൽ നോക്കേണ്ടത് എഫിഷ്യൻസി ഓഫ് കാർനോട്ട് സൈക്കിൾ ആണ്. ഇപ്പോൾ ഇതിലെ ഓരോ പ്രോസസ്സുകളും നമ്മൾ നോക്കിയിട്ടുണ്ട്. ഇപ്പോൾ 1 to 2 എന്ന് പറഞ്ഞാൽ അത് ഐസോതെർമൽ എക്സ്പാൻഷൻ ആണ്. പിന്നെ 2 to 3 ഐസെൻട്രോപിക് എക്സ്പാൻഷൻ. ദെൻ 3 to 4 എന്ന് പറഞ്ഞാൽ ഐസോതെർമൽ കംപ്രഷൻ. ദെൻ 4 to 1 ഐസെൻട്രോപിക് കംപ്രഷൻ. അപ്പോൾ നമ്മൾ ഹീറ്റ് ആഡ് ആവുന്നത്, അപ്പോൾ ഇവിടെയാണ് നമുക്ക് ഹീറ്റ് അഡീഷൻ നടക്കുന്ന, അതായത് ക്യൂ ഇൻ എന്നുള്ള പോലെ. ഓക്കെ, നമുക്ക് ആവശ്യമുള്ള ഇൻപുട്ട് ആയിട്ടുള്ള ഹീറ്റ് കിട്ടുന്നത് ഈ ഒരു പ്രോസസ്സിലാണ്, ഐസോതെർമൽ എക്സ്പാൻഷനിലാണ്. അതേപോലെ തന്നെ ഹീറ്റ് റിജക്റ്റ് ആവുന്നത് ഈ ഐസോതെർമൽ കംപ്രഷൻ പ്രോസസ്സിലാണ്. നമുക്ക് ഹയർ ക്യൂവും അതായത് ലോവർ ക്യൂവും എന്നെടുക്കാം. ഓക്കെ, ഇത് ഐസോതെർമൽ പ്രോസസ് ആയതുകൊണ്ട് തന്നെ ഇതിൽ ഏത് പോയിന്റ് എടുത്ത് നോക്കിയാലും ഇവിടുത്തെ ടെമ്പറേച്ചർ ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് അതിനെ TH എന്ന് എടുക്കാം, അതായത് ഹയർ ടെമ്പറേച്ചർ എന്നുള്ള നിലയ്ക്ക്. അതേപോലെ തന്നെ ഇതും ഐസോതെർമൽ പ്രോസസ് ആണ്. ഇപ്പൊ 3-4 എന്ന് പറഞ്ഞ ഐസോതെർമൽ പ്രോസസ് ആയിരുന്നു, ഇവിടുത്തെ ടെമ്പറേച്ചർ ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പൊ നമുക്ക് അതിനെ T ലോവർ എന്ന് എടുക്കാം. ഓക്കെ, TL. ഇപ്പൊ അത് നോക്കി ആദ്യം ജനറൽ ആയിട്ട് ഒരു എഞ്ചിന്റെ എഫിഷ്യൻസി എക്സ്പ്ലെയിൻ ചെയ്യാം. നമ്മൾ പറഞ്ഞു ഇതിലൊരു സോഴ്സിൽ നിന്നാണ് ഹീറ്റ് എടുക്കുക. ഒരു സോഴ്സ് ഈ കാണുന്നതാണ് നമ്മുടെ എഞ്ചിൻ. ആ എഞ്ചിനിൽ നിന്നാണ് നമുക്ക് വർക്ക് ഔട്ട്പുട്ട് കിട്ടുക. ഇതാണ് നമുക്ക് ആവശ്യമുള്ള സാധനം. പിന്നെ കുറച്ച് ഹീറ്റ് റിജക്റ്റ് ആവുകയും ചെയ്യും. ആ റിജക്റ്റ് ആവുന്നത് സിങ്കിലേക്കായിരിക്കും. റിജക്റ്റ് ആയി പോകുന്ന ആ ഒരു പാർട്ടിനെയാണ് നമ്മൾ സിങ്ക് എന്ന് പറയുക, SINK. അപ്പൊ സോഴ്സിൽ നിന്ന് നമ്മൾ ഹീറ്റ് എടുത്തു, Q1 എന്ന് പറയുന്നത്. അപ്പൊ QH ആണ് നമ്മൾ കൊടുത്തത്. QH എന്നുള്ള ഹീറ്റ് കൊടുത്തു, നമുക്ക് ആവശ്യമുള്ള വർക്ക് ഔട്ട്പുട്ട് കിട്ടി. ആവശ്യമില്ലാത്ത ബാക്കി വേസ്റ്റ് ഹീറ്റ് റിജക്റ്റ് ആയിട്ട് പുറത്തേക്ക് പോയി. QL എന്നുള്ള ഹീറ്റ് സിങ്കിലേക്ക് പോയി. ഇങ്ങനെയാണ് ജനറൽ ഒരു എഞ്ചിന്റെ സെറ്റപ്പ്. അപ്പോ അതിൽ നമുക്ക് എഫിഷ്യൻസി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം, ഏത് എഞ്ചിനായാലും എന്തായാലും എഫിഷ്യൻസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട് ആണ്. അപ്പൊ ഔട്ട്പുട്ട് ആയിട്ട് നമുക്ക് കിട്ടുന്നത് ഇതാ ഈ കാണുന്ന വർക്ക് ഔട്ട്പുട്ട് ആണ്. അപ്പൊ വർക്ക് ഡിവൈഡഡ് ബൈ ഇൻപുട്ട് ആയിട്ട് കൊടുക്കുന്നത് ഈ ഹീറ്റ് ആണ്. ഓക്കെ, അപ്പൊ ആ ഹീറ്റ് എന്ന് വെച്ചാൽ QH. അപ്പൊ വർക്കിനെ തന്നെ നമുക്ക് ഒന്ന് സ്പ്ലിറ്റ് ചെയ്തായത്. അപ്പൊ QH എന്നുള്ള ഹീറ്റ് കൊടുത്തു, അതിൽ നിന്ന് നമുക്ക് വർക്ക് കിട്ടി, ബാക്കി ഹീറ്റ് വേസ്റ്റ് ആയിട്ട് പോയി, അതായത് QL നമുക്ക് പുറത്തേക്ക് പോയി. അപ്പൊ QH ന്ന് QL കുറയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ W കിട്ടും. അപ്പൊ അങ്ങനെ ആക്കിയിട്ട് എഴുതാം, QH മൈനസ് QL ആക്കി എഴുതി. ഓക്കെ, പിന്നെ ഡിവൈഡഡ് ബൈ QH തന്നെ. അപ്പൊ അതിനെ നമുക്ക് ഒന്നുകൂടി സ്പ്ലിറ്റ് ചെയ്ത 1 മൈനസ് Q ലോവർ ബൈ Q ഹയർ. ഇതാണ് ജനറലി എല്ലാ എഞ്ചിന്റെയും എഫിഷ്യൻസിയുടെ ഇക്വേഷൻ. ഓക്കെ, റിവേഴ്സിബിൾ എഞ്ചിൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനെ ഡയറക്ട്ലി, അതായത് എല്ലാ റിവേഴ്സിബിൾ എഞ്ചിനും നമുക്ക് QL ബൈ QH എന്ന് പറഞ്ഞാൽ, ഇപ്പൊ Q എന്ന് പറഞ്ഞാൽ ഈ സോഴ്സ് ഒരു TLH എന്ന ടെമ്പറേച്ചറിലും സിങ്ക് TL എന്നൊരു ടെമ്പറേച്ചറിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ ഡയറക്റ്റ് ആയിട്ട് 1 മൈനസ് TL ബൈ TH എന്ന് എഴുതാൻ പറ്റും. ഇതാണ് കാർനോട്ട് എഞ്ചിന്റെ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ. ഇതെങ്ങനെയാണ് ഇതിന്റെ പ്രൂഫ് വന്നതെന്ന് കൂടി നമുക്ക് ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, ഇതാണ് എഫിഷ്യൻസി എന്ന് നിങ്ങൾ ഓർത്ത് വെക്കുക. ഇത് കാർനോട്ട് എഞ്ചിന്റെ എന്നല്ല, ഏത് റിവേഴ്സിബിൾ എഞ്ചിൻ ആണെങ്കിലും എഫിഷ്യൻസി നമുക്ക് ഈ ഒരു ഫോർമുല തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുക. ഓക്കെ, പിന്നെ ജനറൽ ആയിട്ട് ഒന്ന് നോക്കാം. ജനറൽ ആയിട്ടല്ല, നമുക്കിനി കാർനോട്ട് എഞ്ചിന്റെ ഒരു സ്പെഷ്യൽ കേസ് നോക്കാം. ആ ഒരു പ്രൂഫ് എങ്ങനെയാണത് വന്നത് എന്നുള്ളത് ഇത് നമുക്ക് കളയാം. ഓക്കെ, ഇപ്പൊ നമുക്ക് അറിയേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഇതൊരു ഐസോതെർമൽ പ്രോസസ് ആണ്. ഐസോതെർമൽ പ്രോസസ്സിൽ ഹീറ്റ് ആഡ് ആവുക റിജക്റ്റ് ആവുക ചെയ്യുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതായത് PV ഇൻറ്റു നാച്ചുറൽ ലോഗ് ഓഫ്, അതായത് ഇപ്പൊ 1-2 എന്ന് പറഞ്ഞ പ്രോസസ് ആണെന്നുണ്ടെങ്കിൽ
നമുക്ക് P1 V1 എടുക്കാം. PV എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. ഐസോതെർമൽ പ്രോസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ PV ഈക്വൽ ടു എ കോൺസ്റ്റന്റ് ആണ്. അപ്പൊ P ഇൻറ്റു V ഇൻറ്റു നാച്ചുറൽ ലോഗ് ഓഫ് V2 ബൈ V1. അങ്ങനെ ഇതാണ് ഹീറ്റ് ആഡഡ് ഓർ ഹീറ്റ് റിജക്റ്റഡിന്റെ ഇക്വേഷൻ. ഓക്കെ, അപ്പൊ QH എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ എടുക്കാം. അതേപോലെ തന്നെ QL എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോ ഇവിടുത്തെ പ്രോസസ് നോക്കുക. ഇപ്പൊ T3 P3 V3 ഓർ P4 V4 ഏതായാലും ഇതാ എല്ലാം കോൺസ്റ്റന്റ് ആയിരിക്കും ഐസോതെർമൽ പ്രോസസ് ആയതുകൊണ്ട്. ഇപ്പോ P3 V3 ഇൻറ്റു LN ഇവിടുത്തെ V3 ബൈ V4. അത് പോസിറ്റീവായിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് V3 ബൈ V4 എന്ന് എടുത്തത്. ഓക്കെ, കാരണം വോളിയം കൂടുതൽ V3 ആണ്. അപ്പൊ അങ്ങനെ എഴുതാം. ഓക്കെ, അപ്പൊ നിങ്ങൾ മുമ്പ് പഠിച്ചിട്ടുണ്ടായിരിക്കും PV is equal to MRT എന്നുള്ളൊരു ഫോർമുലയൊക്കെ. ഓക്കെ, അപ്പൊ അത് നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാം. PVക്ക് പകരം നമുക്ക് MRT കൊടുക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എഫിഷ്യൻസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 മൈനസ് QL ബൈ QH ആണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ അത് തന്നെ 1 മൈനസ് QLന് പകരം P3 V3ക്ക് പകരം നമ്മൾ MR ഇവിടുത്തെ ടെമ്പറേച്ചർ MRT ഈ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ TL ആണ്. ഇത് ഐസോതെർമൽ പ്രോസസ് ആയ കാരണം MRT ആണ് ഇത്. പക്ഷെ ആ എമ്മും ആറും കോൺസ്റ്റന്റ് ആണ്. T എന്ന് പറഞ്ഞത് ആ ഒരു പ്രോസസ്സിലെ ടെമ്പറേച്ചർ. അപ്പൊ MRTL അപ്പൊ PVI then L നാച്ചുറൽ ലോഗ് ഓഫ് V2 ബൈ V1 ഉണ്ട്. ഓക്കെ, ഡിവൈഡഡ് ബൈ MR നമുക്ക് QH ആണ് ഇനി എഴുതേണ്ടത്. QH എന്ന് പറഞ്ഞാൽ P1 V1ന്റെ ടെമ്പറേച്ചർ നോക്കാം. TH ആണ് അവിടുത്തെ ടെമ്പറേച്ചർ. അപ്പൊ MR TH LN ഓഫ് സോറി, ഞാൻ അവിടെ ഒന്ന് മിസ്റ്റേക്ക് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ TL ഓഫ് LN V3 ബൈ V4 ആണ് ഇവിടെ വേണ്ടത്. ഇവിടെ V2 ബൈ V1. ഓക്കെ, ഓക്കെ, എങ്ങനെ എഴുതാം? അപ്പൊ ഇതിൽ നിങ്ങൾക്ക് MR എന്ന് പറഞ്ഞ ഒരു കോൺസ്റ്റന്റ് ആണെന്ന് അറിയാം. അപ്പൊ ഇത് ക്യാൻസൽ ചെയ്ത് കളയാം. ഓക്കെ, നമുക്ക് ഈ ഒരു V3 ബൈ V4 ആൻഡ് V2 ബൈ V1ന്റെ റിലേഷൻ നമുക്ക് അറിയണം. അപ്പൊ അതിനായിട്ട് തന്നെ നമുക്ക് ചെയ്യാനുള്ളത് ഈ രണ്ട് അഡിയബാറ്റിക് പ്രോസസ് ഉണ്ട്. ഓക്കെ, അപ്പൊ അഡിയബാറ്റിക് പ്രോസസ്സിൽ നമുക്ക് ഒരു ഇക്വേഷൻ അറിയാം. ഇപ്പൊ T1 ബൈ T2 is equal to, അതായത് V2 ബൈ V1 raised to ഗാമ മൈനസ് 1. ഈ ഒരു ഇക്വേഷൻ നമുക്കറിയാം. അഡിയബാറ്റിക് പ്രോസസ്സിന്റെ ഇക്വേഷൻ ആണ്. അപ്പൊ ആ ഇക്വേഷൻ അറിയാമെന്നുണ്ടെങ്കിൽ ഇപ്പൊ T1 ബൈ T2, T1ന്റെ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ TH ആണ്. അപ്പൊ TH ബൈ T2 എന്ന് പറയും, അല്ല T4 എടുക്കുക. ഓക്കെ, അപ്പൊ V4 ബൈ V1. ഓക്കെ, അപ്പൊ T4ന്റെ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ TL ആണ്, അതായത് T ലോവർ. ദാറ്റ് ഈസ് ഈക്വൽ ടു V4 ബൈ V1 റേസ് ടു ഗാമ മൈനസ് 1. ഇതിനെ വീണ്ടും ഇങ്ങനെയാക്കി. ഓക്കെ, T1 ബൈ T4 എന്ന് പറഞ്ഞത് ആ എക്സാക്ട് ടെമ്പറേച്ചർ എത്രയാണെന്ന് നമ്മൾ എഴുതി. ഓക്കെ, അപ്പൊ V4 ബൈ V1 കിട്ടി. അതേപോലെ തന്നെ ഈ ഒരു അഡിയബാറ്റിക് പ്രോസസ്സിന്റെ ഇക്വേഷൻ എങ്ങനെ എഴുതാം? ഇപ്പൊ T2 ബൈ T3 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ V3 ബൈ V2 റേസ് ടു ഗാമ മൈനസ് 1 ആണ്. ഓക്കെ, അപ്പൊ അതിൽ നിന്ന് നമുക്ക് കിട്ടും T2ന്റെ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ TH തന്നെയാണ്. TH ബൈ അവിടുത്തെ T3യുടെ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ TL ഈസ് ഈക്വൽ ടു V3 ബൈ V2 റേസ് ടു ഗാമ മൈനസ് 1. അപ്പൊ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും ഈ സാധനവും സെയിം തന്നെയാണ്. കാരണം രണ്ടും ഐസോതെർമൽ പ്രോസസ് ആയ TH ബൈ TL തന്നെയാണ്. ഇത് രണ്ടും ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ ഇത് രണ്ടും ഈക്വൽ ആണെന്നാണ് അർത്ഥം. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് തന്നെ കിട്ടും V4 ബൈ V1 is equal to V3 ബൈ V2. ഓക്കെ, ഇതൊന്ന് റീഅറേഞ്ച് ചെയ്താൽ നമുക്ക് കിട്ടും V3 ബൈ V4 is equal to V2 ബൈ
V1. ഈ ഒരു റിലേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കിതാ V3/V4 ആണ് ഇവിടെ, അപ്പൊ V2/V1 ആണ് ഇവിടെ. അപ്പൊ log V3/V4 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ log V2/V1 തന്നെയാണ്. അപ്പൊ അതും നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. അങ്ങനെയാണ് നമുക്ക് ഈ എഫിഷ്യൻസി ഈസ് ഈക്വൽ ടു റിമൈനിങ് പാർട്ട് TL ആൻഡ് TH മാത്രമേ ഇവിടെയുള്ളൂ. അപ്പോൾ എഫിഷ്യൻസി ഈസ് ഈക്വൽ ടു നമുക്ക് എഴുതാം, ചെറിയ സ്ഥലത്ത് എഴുതാണ് 1 - TL ഡിവൈഡഡ് ബൈ TH. ഇതാണ് കാർനോട്ട് സൈക്കിളിന്റെ എഫിഷ്യൻസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇത് കാർനോട്ട് സൈക്കിളിന്റെ മാത്രമല്ല, ഏത് റിവേഴ്സിബിൾ എഞ്ചിന്റെ ആണെങ്കിലും എഫിഷ്യൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 - TL/TH ആണ്. ചൂടി നീറ്റ് ആയിട്ട് ഇവിടെ എഴുതാം, എഫിഷ്യൻസി ഈക്വൽ ടു TL ഡിവൈഡഡ് ബൈ TH. ഓക്കെ, ഇത് ഇത്രയാണ് കാർനോട്ട് സൈക്കിളിന്റെ എഫിഷ്യൻസി കാൽക്കുലേറ്റ് ചെയ്യുന്നതിന്റെ ഡെറിവേഷൻ. ഓക്കെ.